ഞാൻ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ നമ്മള് മനസ്സുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നത് നമ്മുടെ പ്രധാനമായിട്ടുള്ള ദേവന്റെ ഒരു സാന്നിധ്യമാണ്. വിഷ്ണുവായാലും ശിവനായാലും നമ്മൾ ബ്രഹ്മാവായാലും എല്ലാ മൂർത്തിഭാവങ്ങളെയും നമ്മൾ മനസ്സുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. അതാണ് ഭഗവത്ഗീതയിലും എല്ലാത്തിലും പറഞ്ഞത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് 3 വേദങ്ങൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഋഗ്വേദം, സാമവേദം, അഥർവവേദം, അങ്ങനെ 3 വേദങ്ങളുണ്ട്. ആ 3 വേദങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഹിന്ദു ആയാലും മുസ്ലിം എല്ലാവർക്കും അവർക്ക് അവരുടെ കർത്തവ്യം അവർ കൃത്യമായിട്ടും പാലിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഒന്നും പാലിക്കുന്നില്ല. നമ്മളിവിടെ വന്ന് കുറച്ച് ഇവിടെ എന്തൊക്കെ ആഘോഷം നടക്കുന്നുണ്ട്, അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇരിക്കുന്നു, നമ്മൾ കുറെ ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. ഇപ്പൊ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നു. നിങ്ങൾക്കൊരു അന്നദാനം നടത്താം. എന്താണ് അതിന്റെ മഹത്വമുണ്ട്, അതിന് പ്രമാണമുണ്ട്. അതായത് ഒരു ക്ഷേത്രം ഉത്സവം, ഇപ്പൊ ഇവിടെ ഉത്സവം നടത്തുന്നു. ഇപ്പൊ ഉത്സവം 3 ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ 5 ദിവസം മിനിമം നടത്തണം. 5 ദിവസം നടത്തിയ ഉത്സവമാണ്. ഉത്സവത്തിന് 3 വിധത്വമാണ്. അങ്കുരാദി, ധ്വജാദി, പടഹാദി, അങ്ങനെ 3 ഉത്സവമാണ്.